ഗൈസ്, ഡിന്നർ വ്ലോഗ് എപ്പിസോഡ് 2 ഇൻ ബാംഗ്ലൂർ. ഹായ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിന്ന് നേരെ പോയത് പപ്സ് കഴിക്കാനാണ്. ഇവർ രണ്ടാളും കൂടി പപ്സ് കഴിക്കുമ്പോൾ ഞാൻ എന്താക്കി, ലോട്ടി ചോക്കോപ്പൈ മതി എന്ന് പറഞ്ഞു. കാരണം പപ്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാനൊരു ലോട്ടി ചോക്കോപ്പൈയും പറഞ്ഞു, ഇവർ രണ്ടാളും കൂടി ഇരുന്ന് പപ്സ് കഴിച്ചു. അപ്പോൾ നമ്മൾ നേരെ പോയത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മന്തി കഴിക്കാനാണ്. വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു മന്തി കഴിക്കാൻ. ഇത് നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മന്തിയില്ലേ, അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന മന്തി, അതേപോലത്തെ ഒരു ടേസ്റ്റ്. അത് മാത്രമല്ല, ഇത് നല്ല പൈസ കുറവാണ്, 100 സംതിങ് ഉണ്ടായിട്ടുള്ളൂ. ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് സ്റ്റാൻഡ് പൊട്ടിപ്പോയത്. സ്റ്റാൻഡ് പൊട്ടിയിട്ട് ഇവർ രണ്ടാളും കൂടി എന്തൊക്കെയൊക്കെയോ കാണിച്ച് ശരിയാക്കി എങ്ങനെയൊക്കെയോ റെഡിയായി. നമ്മളിത് നേരെ പോകുമ്പോൾ ഒരു പട്ടി ഇരുന്ന് പപ്സ് നിന്നതാണെന്ന് അത് കാണുമ്പോൾ എനിക്ക് കൊതിയായി. എന്നിട്ട് ഞാൻ പിന്നെയും വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, വാ നമുക്ക് അരുൺ ഐസ്ക്രീം പോയി കഴിക്കാം. നമ്മളാണെങ്കിൽ അവിടെ പോയിട്ട് എല്ലാം വാരിക്കോരി എടുത്ത്, കാരണം അത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓരോരോ ഫ്ലേവറായിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഫസ്റ്റ് നമ്മളെടുത്തത് മറ്റേ 5 രൂപേൻ്റെ ഐസ്ക്രീം ഇല്ലേ, അതാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ഞാനെടുത്തത് ഒരു 10 രൂപേൻ്റെ ഉള്ളിൽ സ്ട്രോബെറി ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം, അതും നല്ല ടേസ്റ്റ് ഉണ്ടായി. മൂന്നാമത് കോട്ടൺ ക്യാൻഡി എടുത്ത്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ഒരു ഡോണറ്റ് എടുത്തിട്ടോ, ഇത് ഞാൻ ഒരു കടിയെ കടിക്കാൻ പറ്റിയിട്ട് ബാക്കി ഫുൾ ഓനെടുത്ത് വായിലിട്ടൊക്കെ വിഴുങ്ങി. അപ്പം തന്നെ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് ഓനെ കുറേ ചീത്ത പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ഒരു ഐസ്ക്രീമും കൂടി ട്രൈ ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്ലാറ്റ്. എന്നിട്ട് പോകുന്ന വഴിക്ക് ഇവനൊരു ഇമ്മിലി മിഠായി വാങ്ങിയിട്ടോ, അതും ഇങ്ങനെ കടിച്ച് അതും കടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഗായ്സ്, ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ.